ഭാരത് മാതാ കി ജയ് വിളിക്കുന്ന മുസ്ലിങ്ങൾക്ക് RSS ശാഖകളിൽ പങ്കെടുക്കാമെന്ന് RSS സംഘചാലക് മോഹൻ ഭാഗവത് പറഞ്ഞിരിക്കുകയാണ്. കാവിക്കൊടിയെ അംഗീകരിക്കുക എന്നതാണ് രണ്ടാമത്തെ നിബന്ധനയായി പറയുന്നത്. ഈ രണ്ട് നിബന്ധനകളും അംഗീകരിക്കുന്ന മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും RSS ശാഖകളിൽ പങ്കെടുക്കാമെന്നാണ് മോഹൻ ഭാഗവത് ഇപ്പോൾ പറയുന്നത്. 4 ദിവസത്തെ വാരണാസി സന്ദർശനത്തിനിടയിൽ മോഹൻ ഭാഗവത് ലജ്പത് നഗർ കോളനിയിലെ RSS ശാഖ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വെച്ച് RSS പ്രവർത്തകൻ ഉന്നയിച്ച ചോദ്യത്തിനാണ് മുസ്ലിങ്ങൾക്കും ശാഖയിൽ പങ്കെടുക്കാമെന്ന് ഭാഗവത് പറയുന്നത്. എന്നാൽ ശാഖകളിൽ വരുന്നവർക്ക് ഭാരത് മാതാ കി ജയ് വിളിക്കാൻ ശങ്ക ഉണ്ടാകാൻ പാടില്ല, അതുപോലെ കാവിക്കൊടിയെ ആദരിക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. RSSന്റെ ഈ കപട തന്ത്രങ്ങൾക്കെതിരെ ശക്തമായി തന്നെ പിണറായി വിജയൻ പ്രതികരിച്ചിരിക്കുകയാണ്. മതന്യൂനപക്ഷങ്ങളെ തമ്മിലടിപ്പിച്ച് മുതലെടുക്കാനുള്ള RSS ശ്രമം മനസ്സിലാക്കുന്നതിൽ ചിലർ പരാജയപ്പെട്ടതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ വ്യക്തമാക്കുകയാണ്. വഖഫ് നിയമ ഭേദഗതി ബില്ല് പാർലമെന്റിൽ പാസ്സാക്കിയതിനു ശേഷം ക്രൈസ്തവ സമൂഹത്തെയാണ് സംഘപരിവാർ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. RSS മുഖപത്രം ഓർഗനൈസറിലെ ലേഖനം പിൻവലിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ മനസ്സിലിരിപ്പ് കൃത്യമായി അറിയാനായി എന്നും CPIM 24ാം പാർട്ടി കോൺഗ്രസിന് സമാപനം കുറിച്ച് മധുരയിൽ നടന്ന മഹാറാലിയിൽ അദ്ദേഹം സംസാരിച്ചു. വഖഫ് നിയമ ഭേദഗതി ഒറ്റപ്പെട്ട സംഭവമല്ല, ആസൂത്രിത നീക്കമാണ്. ഒരു പ്രത്യേക സമൂഹത്തെ ലക്ഷ്യം വെച്ചുള്ളതുമല്ല, വൈവിധ്യത്തെ ഘട്ടം ഘട്ടമായി തുടച്ചു നീക്കുകയാണ്. മതന്യൂനപക്ഷങ്ങൾ എന്ന നിലയിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ അവരുടെ ഐക്യം തകർക്കാൻ ആദ്യം മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികളിൽ നിന്ന് ഒറ്റപ്പെടുത്തി തമ്മിലടിപ്പിക്കുന്നു. വഖഫ് മുസ്ലിം മതവുമായും അതിന്റെ വിശ്വാസം, പാരമ്പര്യം, ചരിത്രം, ആചാരങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ആ സമൂഹത്തിനുള്ളിൽ നിന്ന് ആവശ്യമുയരണം. അതിന് കാത്തിരിക്കാതെയാണ് ആ മതകാര്യങ്ങളിൽ നേരിട്ടിടപെട്ട് അവരെ മറ്റു മതങ്ങളിൽ നിന്ന് വേർപെടുത്തി അവിശ്വാസം വളർത്തുന്നത്. ചില പാർട്ടികൾ സംഘപരിവാറിന്റെ പദ്ധതികളെ ന്യായീകരിക്കുന്നു. ചില മത നേതാക്കൾ സംഘപരിവാറിന്റെ വഞ്ചനാപരമായ പദ്ധതികൾ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെടുന്നുണ്ട്. RSS അജണ്ടയോടൊപ്പം നിൽക്കാത്തവരിൽ ശത്രുത വളർത്താനുള്ള തന്ത്രമാണ് ഇത് എന്നും ഇവർക്ക് മനസ്സിലാകുന്നില്ല എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കുകയാണ്. ഗുജറാത്തിലും UPയിലും മുസ്ലിങ്ങളാണ് ആക്രമിക്കപ്പെടുന്നതെങ്കിൽ ഒഡീഷയിലും മധ്യപ്രദേശിലും ക്രിസ്ത്യാനികളാണ് ഇരകളാവുന്നത്. ഛത്തീസ്ഗഡിൽ ഹിന്ദുക്കളല്ലാത്ത ആദിവാസികൾ ആക്രമിക്കപ്പെടുമ്പോൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെയാണ് അവർ വേട്ടയാടുന്നത് എന്നും പിണറായി വിജയൻ വ്യക്തമാക്കുന്നുണ്ട്.